ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഫിൻലാൻഡിൽ വെച്ച് നടന്ന ഒരു ചർച്ചയിൽ വെച്ചിട്ട് ജയശങ്കർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാവുന്നത്. അതിൽ ഏറ്റവും വൈറലായിട്ട് മാറിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ കുറിച്ച് പാശ്ചാത്യ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് ജയശങ്കർ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യൻ ആയുധങ്ങൾ കൊണ്ട് ഒരു യൂറോപ്യൻ രാജ്യം പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യൂറോപ്യൻ ആയുധങ്ങളുടെ കാര്യം വരുമ്പോൾ ഇന്ത്യക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ വിൽക്കുന്ന ആയുധങ്ങൾ വർഷങ്ങളായിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യക്കാർ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ന്യായമായ കാര്യമായി ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇതായിരുന്നു എസ് ജയശങ്കർ പറഞ്ഞത്. പാശ്ചാത്യ രാജ്യങ്ങൾ വികസിപ്പിച്ചതും വിറ്റതുമായ ആയുധങ്ങൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് നൽകിയത്, അപ്പോൾ ഈ ആയുധങ്ങൾ പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെയുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്ര യാഥാർത്ഥ്യത്തിലേക്കാണ് ജയശങ്കർ വിരൽ ചൂണ്ടിയത്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാതിരിക്കാൻ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക പോലും ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്ന് ജയശങ്കർ തുറന്നു പറയുകയും ചെയ്തു. സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഉപരോധങ്ങൾ മാറ്റുകയും വയ്ക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടിലെ ധാർമ്മികതയെ അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി പ്രകടിപ്പിച്ചു. ഇപ്പോൾ നടക്കുന്ന ആഗോള സംഘർഷങ്ങളുടെ പ്രത്യാഘാതങ്ങൾ, അതായത് റഷ്യ യുക്രൈൻ യുദ്ധവും മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെയും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ആ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിന്റെ സാമ്പത്തിക ബാധ്യതകളും വിലക്കയറ്റവും അനുഭവിക്കുന്നത് ലോകത്തിന്റെ മറ്റ് കോണുകളിലുള്ള ദശലക്ഷക്കണക്കിന് സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം വെറും ഉപരോധങ്ങൾ കൊണ്ട് കളിക്കാതെ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കാൻ ഒന്നിച്ച് ശ്രമിക്കണമെന്ന് ജയശങ്കർ പറയുകയുണ്ടായി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെയുള്ള പാശ്ചാത്യ വിമർശനങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ ഊർജ്ജ നയങ്ങൾ തീരുമാനിക്കുന്നത് ആഗോള സമ്മർദ്ദങ്ങൾ നോക്കിയല്ല, മറിച്ച് ഞങ്ങളുടെ സ്വന്തം രാജ്യത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ്. എവിടെയാണോ കുറഞ്ഞ വിലയ്ക്ക് സുരക്ഷിതമായി എണ്ണ ലഭ്യമാകുന്നത് അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങും. ഞങ്ങളുടെ ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഇന്ധനം എത്തിക്കുക എന്നതാണ് ഒരു സർക്കാർ എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രഥമ പരിഗണന. ആഗോള വിപണിയിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കുത്തകയെയും കോവിഡ് യുദ്ധ സമയങ്ങളിൽ വിപണി തകർന്നതിനെയും മുൻനിർത്തി അദ്ദേഹം ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ആഗോള സപ്ലൈ ചെയിൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതും വൈവിധ്യമാർന്നതുമായിരിക്കണം. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു മേഖല മാത്രം വിപണി നിയന്ത്രിക്കുന്ന അവസ്ഥ മാറണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തകരാത്ത രീതിയിൽ കൂടുതൽ കരുത്തുറ്റ സപ്ലൈ ചെയിൻ ലോകത്തിന് ആവശ്യമുണ്ട്. അതിൽ ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങളുടെ സ്വഭാവം പാടെ മാറിയിരിക്കുന്നുവെന്നും പരമ്പരാഗത യുദ്ധമുറകൾക്കൊപ്പം പുതിയ സാങ്കേതിക വിദ്യകളും അത്യാധുനിക ആയുധങ്ങളും പുതിയ തന്ത്രങ്ങളും ഒരേ സമയം ഉപയോഗിക്കപ്പെടുന്നുവെന്നും ഈ ഒരു സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യയിലും സുരക്ഷയിലും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പ്രതിരോധ തന്ത്രപ്രധാന സഹകരണം കൂടുതൽ ശക്തമാകേണ്ടതുണ്ട് എന്ന് ജയശങ്കർ പറഞ്ഞു. ചുരുക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിന്റെ മണ്ണിൽ ചെന്ന് നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ കൃത്യമായി തുറന്നു കാട്ടുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആഗോള വളർച്ചയും പരമാധികാരവും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജയശങ്കറിന്റെ വാക്കുകൾ വീണ്ടും ഇന്റർനെറ്റിൽ വൻ ഹിറ്റായിട്ട് മാറിയത്. ഇവിടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി വളരെ ക്ലിയർ ആണ്. ആരോടും അഗ്രസീവായിട്ട് ഇന്ത്യ പെരുമാറുന്നില്ല, ഒരു രാജ്യത്തെയും വെല്ലുവിളിക്കുന്നില്ല, ഭയങ്കരമായ ദേഷ്യ പ്രകടനങ്ങളില്ല. മറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വസ്തുതകൾ നിരത്തിയും ചരിത്ര പശ്ചാത്തലം ഓർമ്മിപ്പിച്ചും സത്യസന്ധമായിട്ട് മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ നിലപാട്. അതേസമയത്ത് ഒരു രാജ്യത്തെയും അഗ്രസീവായിട്ട് ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഇന്ത്യ തയ്യാറുമല്ല. എന്ന് വെച്ചാൽ ചൈന ഉയർത്തുന്ന ഭീഷണികൾ ലോകത്ത് ഉയർത്തുന്നില്ല. എന്നാൽ നയതന്ത്ര വഴികളിലൂടെ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും എണ്ണി പറഞ്ഞാണ് ജയശങ്കർ ഇന്ത്യയുടെ ഭാഗം ക്ലിയർ ആക്കുന്നത്. അതൊരു കൗതുകമുള്ള കാഴ്ച തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.